അങ്ങനെ പറയല്ലേ ഗൂഗിൾ. എങ്ങനെയെങ്കിലും ആ പാവ സ്ത്രീ ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. ഗൂഗിൾ വിചാരിച്ച അത് നടക്കും. പ്ലീസ്, എനിക്ക് വേണ്ടി അവരെ ഒന്ന് സഹായിക്കുക. താനിങ്ങനെ ഇമോഷണൽ ആവാതെ സമാധാനപ്പെടേ. ഞാൻ ശ്രമിക്കാം. മതി, ശ്രമിക്കാന്ന് പറഞ്ഞല്ലോ. കേസ് പുറത്തു കാണുന്നതൊക്കെ സങ്കീർണമാണ്. എങ്കിലും അവരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടിയതൊക്കെ ഞാൻ ചെയ്യും. നിയമവും കോടതിയും വക്കീലും ഒന്നും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിരപരാധികളെ രക്ഷിക്കാൻ കൂടിയുള്ളതാണ്. ആ അമ്മയ്ക്ക് വേണ്ടി എന്റെ പരമാവധി ഞാൻ ചെയ്തിരിക്കും. വാ വാ വാ. അമ്മേ, മനോരൂപൻ, എന്റെ സച്ചി, അവ കണ്ണു തുറന്നൂടാ. എന്റെ കുഞ്ഞിനിപ്പ എങ്ങനെയുണ്ട്? അമ്മ വിഷമിക്കണ്ട. സച്ചിക്ക് ബോധം തെളിഞ്ഞു. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. സംസാരിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇന്ന് തന്നെ ചിലപ്പോ ICU മുറിയിലേക്ക് മാറ്റും. മോനെ, നീ അവനെ കയറി കണ്ടോടാ? ആ, കണ്ടു. അമ്മ ഇനി സച്ചിയുടെ പേരിൽ വിഷമിക്കണ്ട. അവനൊന്നും സംഭവിക്കില്ല. ഡോക്ടർമാർക്ക് ഇപ്പൊ നല്ല പ്രതീക്ഷയാ. അമ്മേ, സച്ചി രക്ഷപ്പെട്ടല്ലോ. പിന്നെ എന്തിനാ കരയുന്നത്? ആരാടാ നമ്മളോട് ഈ ചതി ചെയ്തത്? അതറിയില്ലമ്മേ. പക്ഷേ ഒരു കാര്യം സത്യമാ. അമ്മ പറഞ്ഞതുപോലെ ഇതൊരു ചതിയാ, അല്ലാതെ വെറും ഒരു ഭക്ഷ്യവിഷബാധയല്ല. നമ്മളെ തകർക്കാൻ വേണ്ടി ആരോ കരുതിക്കൂട്ടി പഴങ്കഞ്ഞിൽ വിഷം കലർത്തിയതാ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നമ്മളോട് ഇത്രയും വലിയ പാപം ചെയ്യാൻ ആർക്കാണ് മനസ്സ് വന്നത്? ആ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അമ്മയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആരതി വർമ്മ നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നുണ്ട്. ജാമ്യം നാളെ തന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നാലും അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ ജയിലിൽ കിടന്ന് മരിക്കാനും അമ്മയ്ക്ക് ഒരു പ്രയാസമില്ല. എന്റെ സച്ചിമോൻ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി. പക്ഷേ അമ്മേ, ആ കടയിനി നമുക്ക് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാട്ടുകാരെല്ലാം തല്ലിപ്പൊളിച്ചു. പോലീസുകാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി എല്ലാം സീൽ വെച്ച് പൂട്ടി. നാട്ടുകാർക്ക് നമ്മളിപ്പോ കാണുന്നത് വെറുപ്പോടെ. ജീവിക്കാൻ വേണ്ടി അമ്മ സന്തോഷത്തോടെ ഒരു തൊഴിൽ തുടങ്ങിയതാ. അതിങ്ങനൊരു മരണക്കെടിയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. അമ്മ ഇങ്ങനെ അഴിക്കുള്ളിലാക്കിയതും സച്ചി ഈ അവസ്ഥയിലാക്കിയതും അതാരായാലും ഞാനവരെ വെറുതെ വിടില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ പിന്നോട്ട് പോവില്ല. അമ്മയ്ക്ക് ഇനിയും ഒരു ആഗ്രഹമേ ഉള്ളൂ. സച്ചിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. അവനെ ഇങ്ങനെ തനിയെ വിട്ട പറ്റില്ല. ഡ്രൈവർമാരുടെ കൂടെയുള്ള അവന്റെ താമസം അതിനി വേണ്ട. അതിന് അവൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സമ്മതിപ്പിക്കണം. നീ അമ്മ പറഞ്ഞെന്ന് അവനോട് പറഞ്ഞാൽ മതി, അവനത് സമ്മതിക്കും. ഇനി എന്ത് മനസ്സിലാക്കാൻ? മോളെ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇവന് മനസ്സാവുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോട്ടെ. നമ്മളാരും ഇവന്റെ ആരും അല്ലല്ലോ. കുറച്ച് ഡ്രൈവർമാരല്ലേ അവന് വലുത്. എടാ, 2 ദിവസമായി നിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും.
അതിന്റെ നീറ്റലും പിടച്ചിലും ദേ ഇപ്പോഴും എല്ലാവരുടെ നെഞ്ചിലുണ്ട്. അതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പൊയ്ക്കോ, എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനയില്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ഇനി ഞാനൊന്നും പറയുന്നില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. അനുപേട്ട എന്താ ഏട്ടാ ഇത്? മോളെ, എന്നെ നിർബന്ധിക്കല്ലേ. അർച്ചനയില്ലാതെ ഞാൻ അവിടെ കയറി വരുന്നതിനേക്കാളും നല്ലത് ഇവിടെ കിടന്ന് മരിക്കുന്നതാ. എനിക്കൊരു പാട്ട് പാടിത്തരൂ. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ, മരുമോ ചാരേ നിന്നച്ഛൻ.